കേൾക്കുന്നുണ്ടോ? ഓക്കെ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലിൽ മുർസലീൻ. അര മിനിറ്റ്. ഹലോ. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇതിനു മുമ്പ് പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പഠിക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും വിദ്യയെ അർത്ഥിക്കുന്നവർക്ക് വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട പല ഗുണങ്ങളും ഉണ്ടാവാറില്ല. അത്തരം വിദ്യാർത്ഥികളെക്കുറിച്ച് പറയാറുള്ളത്, അവർ നെയ്യപ്പം പോലെയാണ് എന്ന്. നെയ്യപ്പത്തിൽ നെയ്യില്ല. നെയ്യ് എന്ന പ്രധാനപ്പെട്ട ഗുണം അവരിൽ ഇല്ല. എന്നതുപോലെ വിദ്യാർത്ഥികൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഇല്ലാത്ത പലരുമുണ്ട്. അവരും വിദ്യാർത്ഥി എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ കൂടി നമ്മൾ അറിയണം. വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സ്റ്റുഡന്റ്. അത് നമ്മൾ അറിയണം. ഇഫ് somebody can type the text, please do it. Qualities of a good student. ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. Okay, that's right. Abu Rafa. Qualities of a good student. Okay. Number 1, studiousness. Studio എന്ന് എഴുതിയിട്ട് USNESS. Okay. Studiousness. പലപ്പോഴും പഠിക്കാൻ കഴിയാത്തതിനുള്ള കാരണം വിദ്യാർത്ഥിയാണെന്ന് പറയുമെങ്കിലും സ്റ്റുഡിയസ് OUSNES studiousness. Yeah, that's right. Abu Rafa's second one, studiousness. അതിന്റെ അർത്ഥം പഠന താല്പര്യം എന്നാണ്. പഠന താല്പര്യം വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണമാണിത്, സ്റ്റുഡിയസ്നെസ്. എ സ്റ്റുഡന്റ് ഷുഡ് ബി സ്റ്റുഡിയസ്. പക്ഷെ ഇന്നത്തെ പല വിദ്യാർത്ഥികൾക്കും ഈ ഗുണമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 175 റെക്കോർഡഡ് ID ഇവിടെയുണ്ട്. ഓരോന്നിലും കുറേ ആളുകളുണ്ടാവാം. ഇനി നമ്മുടെ I think this is the 4th class. Am I right? ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ എടുത്തു നോക്കിയോ? ഇതിനു മുമ്പ് ഞാൻ 10ഓളം പ്രയോഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. Abu Fatima Abu Dhabi has written that. Radio ശ്രദ്ധിച്ചു എന്ന്. That's good. അതായത് ലിസൺ ലാവിഷ്ലി എന്ന പൊതുതത്വത്തിന്റെ ഒന്ന് നടപ്പിലാക്കി എന്നർത്ഥം. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. 6 സ്പോക്കൺ ഇംഗ്ലീഷ് പഠനത്തിന്റെ തത്വങ്ങളിൽ ആദ്യത്തെ 2 മാത്രം നിങ്ങൾ നടപ്പിലാക്കുന്നുവെങ്കിൽ I can give you a guarantee that you will speak. Yes. Okay. ഒന്നാമത്തത് studiousness. വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട
അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് ഒബീഡിയൻസ്. ക്വാളിറ്റി നമ്പർ 2, അനുസരണം. അനുസരണം. Abu Rafa, every day listening Mr. Norman's speech. It should be speech. It should be speech. Okay? Obedience. T എന്നല്ല, NCE എന്നാണ്. Obedience, അനുസരണം. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ നിങ്ങളോട് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അനുസരിച്ചോ? ചെക്ക് യുവർ സെൽഫ്. ഒരു ആത്മപരിശോധന നടത്തുക. അനുസരിച്ചോ? ഇനി അനുസരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? 1, മടി, ലേസിനെസ്. അനുസരിക്കാതിരിക്കാനുള്ള ഒരു കാരണം അതാണ്, ലേസിനെസ്. That's right. അടുത്തത് ആരഗൻസ്, അഹങ്കാരം. അഹങ്കാരം ഉണ്ടെങ്കിലും അനുസരിക്കൂല. യെസ്, അഹങ്കാരം ഉണ്ടെങ്കിലും അനുസരിക്കൂല. ആരഗൻസ്. That's right. അഹങ്കാരം. ഇതൊക്കെ നമ്മൾ പഠിക്കണം. മനഃശാസ്ത്രത്തിന്റെ ഒരു ലക്ഷ്യം മനുഷ്യന്റെ പെരുമാറ്റം വിശകലനം ചെയ്യാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരമുള്ളവനെ അനുസരിക്കൂല. പക്ഷേ പലപ്പോഴും തനിക്ക് അഹങ്കാരമുണ്ട്. ഈഗോ എന്ന് പറയാറുണ്ട്, അതൊരു നാടൻ പദമാണ്. ഈഗോനും അഹങ്കാരമെന്ന് അർത്ഥം വെക്കാവുന്നതാണ്. ജസ്റ്റ് എ പ്രോബ്ലം. ഇതാണ് ഒരു. മറ്റൊന്ന് ഹേറ്റ്രഡ്, വെറുപ്പ്. പറയുന്ന ആളോടുള്ള വെറുപ്പ്. HATRED, ഹേറ്റ്രഡ്, വെറുപ്പ്. TE, hatred. That's right. Abu Rafa has written the correct spelling. Hatred, വെറുപ്പ്. പറയുന്ന ആളോട് വെറുപ്പാണെങ്കിൽ നമ്മൾ അനുസരിക്കില്ല. അതനുസരിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോളൂ കേട്ടോ, എഴുതാതിരിക്കണ്ട. അതല്ല, നിങ്ങൾക്ക് അനുസരിക്കാതിരിക്കും മടി, അഹങ്കാരം, വെറുപ്പ്. ഡോക്ടർ നാസർ ഫ്രം കുണ്ടോട്ടി. ഫൈൻ. കുണ്ടോട്ടി നാസറിനെ പലവട്ടം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഐ ഡോണ്ട് നോ വൈ. ഓക്കേ. മടി, അഹങ്കാരം, വെറുപ്പ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ട് അനുസരിക്കാതിരിക്കാൻ? ഞാൻ നിങ്ങൾ എത്തുന്നൊരു ക്ലാസ് ഞാൻ കേട്ടോളാം. Today I am joining the English class of that's right. You are welcome. Okay. So, what should I do? Yeah. Yes. Okay. And those who have joined for the first time, what you should do is you contact some of the students who have already joined and ask them what they have learned so far. ഇതുവരെ അവരെന്താണ് പഠിച്ചത് എന്ന് നിങ്ങൾ ഇതിനു മുമ്പ് ചേരുന്നവരോട് പഠിച്ചിരിക്കണം. Inshallah. That's good. Okay. I told you the meaning of inshallah in English is if God so willing. All past classes are already uploaded in YouTube. Okay, right. Okay, but I tried to find it. I could not find it. I need some guidance regarding that. How can I find it in the YouTube? I will try. Okay, I will try എന്നൊക്കെ പറഞ്ഞാൽ നടക്കൂല എന്നാണ് അർത്ഥം. I will do എന്ന് പറയാൻ തയ്യാറുണ്ടെന്ന് നടക്കും. നോ എന്ന് പറയുന്നതിന് ഏകദേശം തുല്യമായൊരു വാക്കാണ് ഐ വിൽ ട്രൈ എന്നുള്ളത്. നോക്കാം, ക്ഷമിക്കാം എന്നൊക്കെ പറഞ്ഞാല് മനസ്സനെ സ്വീകരിക്കുന്നത്. ഓക്കെ, ട്രൈ. I can try. Okay, you try. You say I will do if you want to do it. So your subconscious mind will accept it. That's right. So your subconscious mind will accept it and it will give you internal motivation. Yeah. Okay, now obedience. This is the second quality. So അനുസരിക്കാതിരിക്കുന്നതിന്റെ 3 കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു.
മടി, ഇതൊക്കെ കാണാതെ പഠിച്ചേക്കണം കേട്ടോ, ബുക്കിലുണ്ടായാൽ പോരാ. അഹങ്കാരം, പിന്നീട് വെറുപ്പ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സമയമില്ലായ്മയും ആവാം. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞ് നമുക്ക് സമയം കിട്ടാനാണ് നമ്മൾ ചെയ്യുക. സമയമില്ലായ്മ ഒരു ന്യായമായ കാരണമാണ്. ബാക്കി ആദ്യത്തതൊന്നും ന്യായമായ കാരണങ്ങളല്ല. സമയമില്ലായ്മ ഒരു ന്യായമായ കാരണമാണ്. ഓക്കെ, വി കൻ അഗ്രി ടു ദാറ്റ്. ബാക്കിയുള്ളതൊന്നും കാരണങ്ങളല്ല. ലാക്ക് ഓഫ് ടൈം. ഓക്കെ, പക്ഷെ സമയമില്ല എന്ന് പറഞ്ഞാൽ പോലും സമയം ഉണ്ടാക്കണമെങ്കിൽ ടൈം മാനേജ്മെന്റ് പഠിക്കണം. വീക്ക്നെസിന്റെ സ്പെല്ലിംഗ് WEAK എന്നാണ് വീക്ക്നെസ്. പക്ഷെ സംസാരത്തില് സ്പെല്ലിംഗ് ഒന്നും പ്രശ്നമില്ല കേട്ടോ, എഴുത്തിലാണ് സ്പെല്ലിംഗ് പ്രശ്നമാകുന്നത്. That's right. Abu Rafa speaking. Which day class was started, friends? Yeah, the class started. It is started. നമ്മൾ started എന്നാണ് പറയാം. Actually the pronunciation is started. Okay, started. നിങ്ങൾ ഉച്ചാരണത്തിന് പിന്നെ അത്ര പൂർണ്ണമൊന്നുമില്ല കേട്ടോ. ഞാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് വാണ്ടഡ് എന്നല്ല, wanted. കേരളത്തിലെ പെരുന്നാളിന്റെ ദിവസമാണ്. ദിസ് ഇസ് ദ 5th day. That's right. കേരളത്തിൽ പെരുന്നാളിന്റെ ദിവസമാണ് ഇത് തുടങ്ങിയത്. Which was the day? I don't remember exactly. Can somebody type it? It is not pronunciation. ഇത് ഭീമമായി എല്ലാവരും തെറ്റിക്കുന്ന. PRONUN ഓ ഇല്ല. കറക്റ്റ് പ്രൊനൗൺസ് എന്നതിൽ ഓയുണ്ട്. അപ്പൊ അതിൽ നിന്ന് വരുന്ന നൗണാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് വെനസ്ഡേ. ദാറ്റ്സ് റൈറ്റ്. ഗുഡ്. ജസാക്കല്ലാഹ്. So we started it on Wednesday and it is available in the YouTube. How to find it out? You can check. Even once I checked it, I could not find it. I am not an expert in YouTube. Okay, normally my children help me to in these things. I don't have the basic knowledge about this computer. Okay, right. Now, friends, so the third quality of a student is discipline. Discipline. നമ്മൾ അച്ചടക്കം എന്ന് പറയാറുണ്ട്. അച്ചടക്കം എന്നല്ലാതെ ഡിസിപ്ലിൻ DISE എന്നാണ്. DIS ഡിസിപ്ലിൻ. ദാറ്റ്സ് റൈറ്റ്. അച്ചടക്കം എന്നാണ് നമ്മൾ സാധാരണ അതിന് പറയാറുള്ളത് എങ്കിലും വാസ്തവത്തിൽ the technical meaning of discipline is situationally and socially acceptable behavior. That's right. Psycho spoken English. But the spelling, you have to correct it. PSYCHO. There is no H after P, please. If you have done that, you will have to correct it. That's right. PSYCHO, that's right. Okay? Now, what is discipline? Discipline is situationally and socially acceptable behavior. Situationally and socially acceptable behavior. സാന്ദർഭികമായും സാമൂഹ്യമായും സ്വീകാര്യമായ പെരുമാറ്റം. Yes, that's right. May I paste the YouTube link here, sir? Yes, you can. Situationally and socially acceptable behavior. That's right. Okay. Right. സാമൂഹ്യമായും സാന്ദർഭികമായും സ്വീകാര്യമായ പെരുമാറ്റം എന്നാണ് അച്ചടക്കത്തിന്റെ ടെക്നിക്കൽ മീനിങ് ഓഫ് ഡിസിപ്ലിൻ. മിക്കവാറും വാക്കുകൾക്ക് നമ്മൾ കിതാബ് ഓതുമ്പൊക്കെ പഠിക്കാറുണ്ട് ലുഗതൻ, അതിന്റെ ഭാഷാർത്ഥം ഇന്നതാണ്.
That is the literal meaning. Okay? Then, വസ്തുലാഹൻ അതിന്റെ സാങ്കേതിക അർത്ഥം. സാങ്കേതികം എന്ന് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന വാക്കാണ് ടെക്നിക്കൽ മീനിങ്. ഓക്കെ? ദാറ്റ്സ് റൈറ്റ്, ലിറ്ററൽ മീനിങ്. ലുഗത്തൻ എന്ന അറബിയിൽ പറഞ്ഞു വരുന്നതാണ്, കിതാബിലൊക്കെ കാണുന്ന വാക്കാണത്. Then the technical meaning, right? So this is a constitutionally and socially acceptable behavior. അപ്പൊ മരിച്ച സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഡിസിപ്ലിൻ എന്താണ്? ഒരു ദുഃഖഭാവം കാണിക്കുക, വലിയ പൊട്ടിച്ചിരിച്ചിരിക്കാതിരിക്കുക, അവരൊക്കെ സംസാരിക്കുന്ന സൈലൻസ്. അതന്നെയാണ് പ്രശ്നം. സൈലൻസ് മരിച്ച സ്ഥലത്ത് ആവശ്യമുള്ളതാണ്. അതേ സ്ഥാനത്ത് ഫുട്ബോളിൽ ജയിച്ചവരുടെ സൈലൻസ് അല്ലല്ല പറ്റുക. ഫുട്ബോളിൽ വേറെ ടീം ജയിച്ചുകൊണ്ട് എന്താ വേണ്ടത്? അത്യാവശ്യം ബാളൊക്കെ ഉണ്ടാക്കണം. റൈറ്റ്? ഇനി ഞാൻ പറഞ്ഞുതരാം. തമിഴ്നാട്ടില് ഒരു ഗോത്രവർഗക്കാർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യും. അവർക്കത് സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയർ ആണ്. യെസ്, സോഷ്യലി അക്സെപ്റ്റബിൾ ആണ്. യെസ്. ഒരു അധ്യാപകർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ സമയത്തുള്ള ഡിസിപ്ലിൻ എന്തൊക്കെയാണ്? എഴുന്നേറ്റ് നിൽക്കണം, മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കരുത്, ബഹളുണ്ടാക്കരുത്, അധ്യാപകർ പറയുന്നത് എഴുതണം. വാട്ട്സ് ദ മീനിങ് ഓഫ് യുനോ? ഓക്കെ, റൈറ്റ്. ഈ യുനോ എന്ന വാക്ക് വാസ്തവത്തില് ഈ നേറ്റീവ് സ്പീക്കേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിന് ഫില്ലർ വേർഡ് ഓർ മാർക്കർ വേർഡ്സ് എന്നാണ് പറയുക. ഫില്ലർ വേർഡ്സ് ഓർ മാർക്കർ വേർഡ്സ്. ഫില്ലർ വേർഡ്സ് ഓർ മാർക്കർ വേർഡ്സ്. Filler words or marker words. That's right. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ചിന്തിക്കാൻ സമയം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് എന്നാണ് നിഘണ്ടുവിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വേറെ കുറെ വാക്കുകളുണ്ട്. അത് നേറ്റീവ് ഇംഗ്ലീഷാണ്. നേറ്റീവ് എന്നല്ല കേട്ടോ, നേറ്റീവ്. അപ്പൊ നമ്മൾ സംസാരിക്കും, നിങ്ങൾക്കറിയാമോ എന്നൊരു ചോദ്യമല്ല അത് വാസ്തവത്തിൽ. Thursday I had there's some filler words or marker words. Native, that's right. ഉച്ചാരണം നമ്മളിപ്പോൾ നേറ്റീവ് എന്ന് ഉച്ചരിക്കാറുണ്ട് മലയാളികൾ. That pronunciation is wrong. It is native. Okay? Now, filler words. ഇങ്ങനെ കുറെ ഫില്ലർ വേർഡ്സ് വേറെയുണ്ട്. ലൈക്ക് അത് വേറെ ഫില്ലർ വേർഡാണ്. ഫില്ലർ വേർഡിന് പ്രത്യേക അർത്ഥമൊന്നുമില്ല, നടുക്ക് വെറുതെ പൊട്ടിത്തങ്ങരുന്ന മാതിരി ഇടുന്നേ. ലൈക്ക് വേറൊന്ന് വാക്കാണ് വായോ. ഐ മീൻ, ദാറ്റ്സ് റൈറ്റ്. വായോ എന്തെങ്കിലും ചോദിച്ചിട്ട് എവിടെ പറ്റും? വായോ അവിടെ വെറുതെ പറഞ്ഞാൽ നല്ലത് സുഖം എന്നുള്ള അർത്ഥത്തിലല്ല എല്ലാം ഉപയോഗിക്കുന്നത്. വെറുതെ പ്രത്യേകിച്ച് ഐ എം ഡൗട്ട്ഫുൾ അബൌട്ട് ദാറ്റ്. Maybe it is American English. I am not very well aware of that. I have to check that. Okay? These are filler words. Filler words നമ്മൾ പ്രത്യേകിച്ച് പഠിക്കണം. കാരണം നേറ്റീവ് ഇംഗ്ലീഷ് ഞാൻ കൂടെ പറഞ്ഞല്ലോ, നമ്മൾ 3 തരത്തിലുള്ള ഇംഗ്ലീഷാണ് പഠിക്കുന്നത് എന്ന്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ 3 തരത്തിലുള്ള ഇംഗ്ലീഷ്? anybody remembers? അലാസ് ഒന്നും ഫില്ലർ വേർഡ് അല്ല. ദെൻ എന്നത് ഫില്ലർ വേർഡ് അല്ല. നോ ഐ ഡോണ്ട് സേ. ഹലാസ് എന്ന് പറഞ്ഞാൽ കഷ്ടം എന്നുള്ള അർത്ഥത്തിലാണ്. അത് അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. മറ്റു വാക്കുകൾ അർത്ഥം ഇല്ലാതെ വെറുതെ ചിന്തിക്കാൻ സമയം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്നാണ് നിഘണ്ടുവിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കിക്കോളൂ. നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷ് നമ്മൾ ആദ്യം ഫസ്റ്റ് ഭാഷയായിട്ട് പഠിക്കാത്തവര് സെക്കൻഡ് ഭാഷ ആയിട്ട് പഠിക്കുന്ന ആളുകൾ, ഇപ്പൊ മലയാളിയാണ് ആദ്യം പഠിക്കുന്നത് സ്പോക്കൺ മംഗ്ലീഷാണ്. സ്പോക്കൺ മംഗ്ലീഷ് മനസ്സിലാക്കിക്കോളൂ. സ്പോക്കൺ മംഗ്ലീഷ്. ദാറ്റ്സ് റൈറ്റ്. ഈ സ്പോക്കൺ മംഗ്ലീഷിന്റെ അർത്ഥം എന്താ അറിയോ? മലയാളം സ്വാധീനിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് എന്നാണ് അതിന്റെ അർത്ഥം. ദാറ്റ് ഇസ് ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മലയാളം. ഉദാഹരണം ഞാൻ പറയാം. ഹിന്ദി ഞാൻ ഒരാൾ സംസാരിക്കുന്നത് കേട്ടാണ്
Speak English like water. Speak English like water. വെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കുക. എങ്ങനെയുണ്ടത്? English influenced by Malayalam. That's right. Yeah. Speak English like water. വെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കുക. ഒരാൾ പറയുന്നത് ഞാൻ കേട്ടതാ. യെസ്, വാസ്തവത്തിൽ speak no hands and mathematics. That's good. No hands. കയ്യും കണക്കുമില്ല. ഇനി അങ്ങനെ ആർക്കെങ്കിലും അറിയാം? You are from Malvara? That's good. Speak English like water. No hands and mathematics. Okay. No hands and mathematics. Now you are becoming my guru. No hands and mathematics. Anything else? Okay. Okay. There is no money in my hand. എന്റെ കയ്യിൽ പണമില്ല. ഇതൊക്കെ മംഗ്ലീഷാണ്. കാരണം നമ്മൾ മലയാളത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ്. ഓക്കെ, ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. പ്ലീസ് ഗീവ് മീ സം 30 minutes. No 30 minutes. Half a minute or so. Yes. You can type something or anything. Sure, la ilaha illallah. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. الله أكبر الله أكبر. لا إله إلا الله. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة والبعث المقام آته وزكاة شفاعته ومكانته في العافية. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാല് മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറയാനുണ്ട് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. തിങ്ക് ഇൻ ഇംഗ്ലീഷ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇംഗ്ലീഷ് പഠിക്കാനൊരു മാർഗമായിട്ട് പറയുന്നതാണ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ചിന്തിക്കുക. ഇംഗ്ലീഷിൽ ഇതെങ്ങനെയാണ് പറയേണ്ടത് എന്ന് ചിന്തിക്കുക. അതിനാണ് തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ദാറ്റ്സ് റൈറ്റ്. തിങ്ക് ഇൻ ഇംഗ്ലീഷ്. നമ്മൾ മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മംഗ്ലീഷായിരിക്കും. തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, നൗ രണ്ടാമത് നമ്മൾ ആ സ്റ്റേജിൽ നിന്ന് വിട്ടിട്ട് വി കം ടു സ്റ്റാൻഡേർഡ് സ്പോക്കൺ ഇംഗ്ലീഷ്. സ്റ്റാൻഡേർഡ് സ്പോക്കൺ ഇംഗ്ലീഷ്, ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. സ്റ്റാൻഡേർഡ് സ്പോക്കൺ ഇംഗ്ലീഷ്, that is the second. You can note it in your notebook. All of your have standard spoken English. That's right. Adil Awad. Right? Standard spoken English. That's right. Okay. Now the third one is native spoken English. Native spoken English. And that's the last stage of English. That's right.
Abu Dhabi. Okay, now all of you are having your notebooks with you. You should note all these things, please. So anybody, any Malayali learning spoken English, he goes through these 3 stages. Right? The first one is the first one is spoken Manglish. In the same way, Hindi walas, they start with spoken Hinglish, right? Then standard spoken English. The next is native spoken English. And we cannot be excuse me sir, what is the non-resident? Pravasik word non-resident എന്നാണ്. Non-resident. Okay, you are welcome. Expatriate, that's all right. One sec, battery low on the signal vannittund. Let me connect please. Sorry for the inconvenience. Expatriate also that you can use. Yeah, that's right. Expatriate. English influenced by Malayalam, standard spoken English, and native spoken English. Adi Lava, thank you very much. Jazakallah. Right. So these are 3 things. So anybody, any Keralite, start with this, and you should start with that. Then gradually you can refine it, especially the pronunciation part. Our pronunciation is very, very poor. So in our spoken English, psycho spoken English class, why I named this psycho spoken English class? Because it's not because the pronunciation is because so that you can understand the native speakers. Okay, all right. Now do you remember the psychological ingredients of spoken English learning? I have given you 4 psychological ingredients of learning spoken English. Anybody remembers it? Let me check whether you are learners, good learners or not. The psychological ingredients, 4 മനഃശാസ്ത്ര ഘടകങ്ങൾ ബോധപൂർവം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ. 2 രീതിയിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. One is unconscious learning of spoken English, and the next is conscious learning of spoken English. അബോധപൂർവമുള്ള അല്ലെങ്കിൽ ബോധപൂർവമല്ല ഒരു മാതൃഭാഷ എന്ന നിലക്ക് നമ്മളൊരു ഭാഷ സംസാരിക്കാൻ പഠിക്കുന്നത് അൺകോൺഷ്യസ് ലേണിംഗ് ആണ്. നമ്മൾ ഈ പറയുന്ന തത്വങ്ങളെല്ലാം കോൺഷ്യസ് ലേണിംഗിന് ബോധപൂർവം പഠിക്കണമെങ്കിൽ, അതായത് സെക്കൻഡ് ലാംഗ്വേജായി പഠിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അവിടെ ആർക്കും അറിയില്ലാന്ന് തോന്നുന്നുണ്ട്, ഞാൻ പറയാമെന്നാൽ അത് ഞാൻ ഒന്നുകൂടി കൂടിച്ചേർത്തിട്ടുണ്ട്. ബോധപൂർവമുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് പഠനത്തിന്റെ 5 ഘടകങ്ങൾ, 5 ingredients of 5 psychological ingredients of conscious learning of spoken English. ബോധപൂർവം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ 5 ഘടകങ്ങൾ ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞിരുന്നത് കോൺഫിഡൻസ് ആയിരുന്നു, രണ്ടാമത്തത് ഗോൾ ആയിരുന്നു, മൂന്നാമത് ഞാൻ ചേർക്കുന്നത് പാഷൻ, PASSION, പാഷൻ. Psychological spelling and consciously there are some mistakes.
Okay, confidence, go, that's right. മൂന്നാമത്തത് പാഷൻ. പാഷൻ എന്ന് പറഞ്ഞാൽ ആവേശം. പാഷൻ ടു അച്ചീവ് ദ ഗോൾ. നാലാമത്തത് പ്രിൻസിപ്പിൾസ്. അഞ്ചാമത്തത് മെത്തഡോളജി. ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. പലരും നേടാതിരിക്കാനുള്ള കാരണം അവർക്ക് ലക്ഷ്യം എന്നൊക്കെ വെറുതെ പറയും, അത് നേടണമെന്ന യാതൊരു ആവേശമോ അഭിനിവേശമോ ഇല്ല. 4 ക്ലാസ് കഴിഞ്ഞല്ലോ ഇതുവരെ ഉള്ളത് എടുത്തു നോക്കാനോ പഠിക്കാനോ പറഞ്ഞ മാതിരി പ്രവർത്തിക്കാനോ ഉള്ള പാഷൻ എത്ര പേർക്കുണ്ടായി? യെസ്, think about it. The fourth one is principles. Principles of learning spoken English. Principles. Okay, the fifth one is methodology. അത് മെത്തഡോളജി എന്നല്ല, മെത്തഡോളജി എന്നാണ്. അസ് എന്നത് നമ്മുടെ അറബി അക്ഷരമാലയിൽ താവിന്റെ ശേഷമുള്ള 3 പുള്ളിയുള്ള സാണ് മെത്തഡോളജി. ദാറ്റ്സ് റൈറ്റ്. ഇത് 5 ഇത് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്, 2ാം ഭാഷ എന്ന നിലയ്ക്ക് പഠിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. 2ാം ഭാഷയായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് അർത്ഥം എന്താ അറിയോ? മാതൃഭാഷ എന്ന നിലയ്ക്ക് കേട്ട് പഠിക്കാത്തത് എന്നർത്ഥം. ഇനി മാതൃഭാഷ എന്നൊക്കെക്കൊള്ളൊന്നുമില്ല. ഇപ്പൊ ഗൾഫിലുള്ള ആളുകൾ അറബി പഠിക്കുന്നത് വാസ്തവത്തിൽ എങ്ങനെയാണ്? അൺകോൺഷ്യസ് ആയി പഠിക്കാം. ബോധപൂർവം പഠിക്കാം. ഒരു ബുക്കൊക്കെ വാങ്ങാം, സ്പോക്കൺ അറബിക്കിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ബോധപൂർവം പഠിക്കാം. രണ്ടുമാവാം. ഓക്കെ, അപ്പൊ പാഷൻ ഉണ്ടോ? നിങ്ങൾക്ക് എത്രമാത്രം പാഷൻ ഉണ്ടോ അത്രയും നിങ്ങൾ പഠിക്കും. കാരണം നമ്മുടെ മാനസികാവസ്ഥയാണ് നമ്മൾ കൂടുതൽ പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പൊ ഒരാള് ദേഷ്യമാണെങ്കിൽ അയാളെ പ്രവർത്തനം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരാൾക്ക് മറ്റുള്ള സ്നേഹമാണെങ്കിൽ അയാൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും. കോൺഫിഡൻസ്, ഗോൾ, പാഷൻ, പ്രിൻസിപ്പിൾസ്, മെത്തഡോളജി. ദാറ്റ്സ് റൈറ്റ്. ഉദയ്ബിയ, BHR. BHR means Bahrain. Okay. So these are the 5 principles. But we have to memorize it, please. നിങ്ങളിത് കാണാതെ പഠിച്ചിരിക്കണം. Could you speech? You want to ask something? I'll give you time. Okay, do you want to ask right now? Yes. Okay, I will raise so that it will be interactive. Release the mic, please. You can ask your question. Assalamualaikum warahmatullah. Subhanaka la ilma lana illa ma അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ ഒരു നല്ലൊരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം പാട്ടുപാടാനുള്ള സമയം അല്ലാത്തത് കൊണ്ട് തന്നെ സമയം വയ്ക്കുന്നില്ല. നമ്മുടെ സാറിലേക്ക് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുആ ചെയ്യുക. Okay, some disturbances. Yeah, somebody asked me something. Right now എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നർത്ഥം. Right now. Now എന്ന അർത്ഥം തന്നെയാണ് അതിനുള്ളത്. കുറച്ചും കൂടി ഒന്ന് ശക്തി കൂടുന്നതുമാണ്. Right now. Yeah. Right now. Okay. Now. പിന്നെ നമ്മൾ ഭാഷാ ഘടകങ്ങൾ
ഭാഷ പഠനത്തിന് 4 ഘടകങ്ങൾ. ഞാൻ അതിലൊന്ന് എടുക്കാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇനിയും ഇത് ആവർത്തിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്കിത് ഓർമ്മ വേണം. എന്തൊക്കെയാണ്? ഇനി ഭാഷാശാസ്ത്രപരമായ 4 ഘടകങ്ങൾ: വൊക്കാബുലറി, പദസമ്പത്ത്; യൂസേജ് ഓർ എക്സ്പ്രഷൻ, രണ്ടാമത്തെ ഘടകം; മൂന്നാമത്തേത് ഡസ് റൈറ്റ്, then usage or expression, that's right, then grammar എന്നാണ് ഉച്ചാരണം, ഗ്രാമർ എന്നല്ല ഗ്രാമർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ വാക്കിൽ വരുന്ന അവസാനത്തെ ആറ് അത് MMAR എന്നാണ്. മലയാളികളുടെ വ്യാപകമായി കണ്ടിരുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് അത്. MMAR, that's right. Then okay, then pronunciation. ഇതാണ് വാസ്തവത്തിൽ ഭാഷ നമുക്ക് ബോധപൂർവം പഠിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഈ 4 കാര്യം പഠിക്കാനുള്ളത്. പദങ്ങൾ, that's right, 4 എണ്ണം. ഇനി വ്യാജമൊഴിന്റെ ഇംഗ്ലീഷാണോ കിട്ടേണ്ടത്? Right. Okay. Now, ഇതിലുള്ള ഒരു ഘടകത്തിലേക്കാണ് ഞാൻ കിടക്കുന്നത്. ഏത് വാക്കുകളാണ് ആദ്യം പഠിക്കേണ്ടത്? ഇംഗ്ലീഷിൽ 20 ലക്ഷം വാക്കുകളുണ്ട്. ഓരോ കൊല്ലവും ഏകദേശം 1000-ഓളം പുതിയ വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് 6000-ഓളം ഭാഷകളുണ്ട്. ആ വിവിധ ഭാഷകളിൽ നിന്ന് ഏകദേശം ഓക്കെ റൈറ്റ് ആദിലവത്, താങ്ക് യു, ജസാക്കല്ലാ. ആ ഭാഷയിൽ നിന്നെല്ലാം ഏകദേശം 1000 പുതിയ വാക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ചേർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ട വാക്കുകൾ ഏതാണ്? ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന, ഇംഗ്ലീഷ് സംസാരത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന വാക്കുകളാണ് നമ്മൾ ആദ്യമായി പഠിക്കേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ഏതാനും വാക്കുകൾ ഞാൻ തുടങ്ങുകയാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ആ വാക്ക് അർത്ഥം മാത്രം പഠിച്ചാൽ മതിയാവില്ല, എന്തൊക്കെ ചെയ്യണം ഞാൻ പിന്നീട് പറയാം. I want somebody to type the text, please. Able. സാധാരണ മലയാളികൾ ഏബിൾ എന്ന് ഉച്ചരിക്കാറുള്ളതാണ്. ഏബിൾ, ABL, that's right, ഏബിൾ എന്നാണ് ഉച്ചാരണം. ഓക്കെ. ദെൻ എബിലിറ്റി, അത് എബിലിറ്റി എന്ന് ഉച്ചരിക്കാറുള്ള വാക്കാണ്. എന്റെ ഉച്ചാരണം എബിലിറ്റി എന്നാണ്. എബിലിറ്റി, നോ അതാണ് മലയാളിക്ക്. that's right, എബിലിറ്റി, അബുദാബി അടിച്ചിരിക്കുന്ന സ്പെല്ലിംഗ്. മൂന്നാമത്തത് accept, 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 right, okay, that's fine. The next is achieve. എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന വാക്കാണത്. achieve, ACHIVE, achieve, that's right. Then admit എന്ന് ഉച്ചരിക്കുന്ന വാക്ക്, admit എന്നാണ് അതിന്റെ ഉച്ചാരണം. Okay. Then advise എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന advise, that's right. അത് ഇനി അതിന്റെ വെർബ് ഫോമാണ്. ഇത് നൗൺ ഫോമാണ്. CE എന്നുള്ളത് നൗൺ ഫോമാണ്, നാമം. അടുത്തത് അതിന്റെ വെർബ് ഫോം SE ആയിരിക്കുക, that's right. അടുത്ത വാക്കാണ്. അടുത്തത് affair എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന വാക്ക്. affair എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന affair, AFF, no, AFFAIR, that's right. യൂസുഫ് റഫീഖ് അടിച്ചതാണ്. Okay, next is effect, AFFECT. A എന്നാണ്.
ആദ്യത്തെ അക്ഷരം എ എന്നാണ്. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ. ദെൻ ഇഫോർഡ്. എഫോർഡ് എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന ഇഫോർഡ്. ഇഫോർഡ്. AFFORD. No, not afford. Afford. Afford എന്ന് that's right. അതിൽ അവത് അടിച്ചിരിക്കുന്നത്. ഓക്കെ. ദെൻ again. Again എന്ന് മലയാളികൾ ഉച്ചരിക്കുന്നതും again എന്ന് ഉച്ചരിക്കും. that's right. ഓക്കെ. ദെൻ against. Against എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന against. Okay, that's right. Then ego. Ego എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന ego. That's right. Then agree. Agree എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന the use of figure. Agree. That's right. Okay. Then aim. AIM. Verb. പിന്നെ രണ്ട് വാക്കായിട്ട് അത് പിന്നെ അതിന്റെ നൗണുണ്ട്. ബ്രാക്കറ്റിൽ നിങ്ങൾ നൗണ് അല്ലെങ്കിൽ വെർബ് എന്ന് അടിക്കാവുന്നതാണ്. ഒന്ന് നൗൺ ഒന്ന് വെർബ്, രണ്ട് വേർഡായിട്ട് തന്നെ കാണണം. 500 വാക്കിന്റെ ലിസ്റ്റിലാണ് ഇതുള്ളത്. ദെൻ ഇലോ. ALLOW. എലോ എന്ന് മലയാളികൾ വെച്ചിരിക്കുന്ന ഇലോ. ദാറ്റ്സ് റൈറ്റ്. ദെൻ ഓൾറെഡി. ALREADY. ഓൾറെഡി. ഓക്കെ. ദെൻ ഓൾവേസ്. ആൾവേസ് എന്ന് മലയാളികൾ വെച്ചിരിക്കുന്ന always. That's right. Okay. Anything എന്ന് മലയാളികൾ വെച്ചിരിക്കുന്ന anything. That's right. Then anxious. 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 Okay, that's right. Then appear എന്ന് മലയാളികൾ വെച്ചിരിക്കുന്ന appear. That's right. Then apply എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന apply. Okay. Now appoint എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന appoint. Okay. Appoint. That's right. Then appreciate എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന APPRECIATE. That's right. Okay. Then approach. മലയാളികൾ അപ്രോച്ച് എന്ന് ഉച്ചരിക്കുന്ന approach. ഏയിൽ തുടങ്ങുന്ന മിക്കവാറും വാക്കുകളൊക്കെ മലയാളികൾ തെറ്റിച്ചാണ് ഉച്ചരിക്കുന്നത്. അപ്രോച്ച് തന്നെ നൗണും വെർബുമായിട്ട് 2 വട്ടം അടിക്കണം. ബ്രാക്കറ്റിൽ ഒന്ന് നൗണും ഒന്ന് വെർബുമാണ് അടിക്കേണ്ടത്. approach. 2 P ഉണ്ട്. Yes, approach. Judavia BH. That's right. Then approve എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന APPROV. approve. Okay, 2 P ഉണ്ട്. Okay, that's right. Then argue എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന argue. അവിടെ ആർന്ന് ഉച്ചാരണമല്ല. argue. Right. Then around എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന ഓക്കെ. അതിന് adverb എന്ന് പറയാം. ഇംഗ്ലീഷിൽ പദങ്ങളെ 8 തരംതിരിച്ചിട്ടുണ്ട്. around അത് യൂസുഫ് റഫീഖ് അടിച്ച സ്പെല്ലിംഗ് ആണ് കറക്റ്റ്. adverb. That's right. നമ്മൾ ഇതൊക്കെ പഠിച്ചിരുന്നു. പാർട്സ് ഓഫ് സ്പീച്ച്. ഇംഗ്ലീഷിലെ പദവിഭാഗങ്ങൾ 8 അറബി നമ്മൾ അൻവായിൽ കലിമത്ത് എന്ന് പറയുന്നതിന് പോലെ ഇസ്മു ഫീൽ അർഫ് എന്ന് പറയാറുള്ളത് പോലെ ഇതില് പറയുന്നതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. നൗൺ, പ്രൊനൗൺ, adjective, verb, adverb, preposition, conjunction and interjection. 8 parts of speech in English. ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് ഗ്രാമറാണ്. ഗ്രാമർ. ഇന്റർജെക്ഷൻ എന്നാണ്. JE
interjection. Okay, so around, then arrive, that's right. അടുത്ത വേർഡ് arrive എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന arrive, രണ്ടാറുണ്ട്, ആദിൽ, കറക്റ്റ്. then ashamed എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന ashamed, adjective. Okay, ashamed. Adil has typed it correct. Then assist. Okay. Then attempt എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന attempt. That's right. Then attend എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന attend. D ആണ് ലാസ്റ്റ്. Yeah, Adila's type is correct. Okay, now attitude, attitude, മനോഭാവം എന്ന അർത്ഥത്തിലുള്ള 2 T ഉണ്ട്. Ahmad has typed this correct, and Zamzam has typed it correct. Okay, now attract എന്ന് മലയാളികൾ ഉച്ചരിക്കുന്ന attract. Okay, that will, no, 2 T please. Okay, no, that will suffice for today. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ വാക്കുകൾക്കൊക്കെ നമ്പറുക, എന്നിട്ട് വാക്കുകൾ പഠിച്ചതുകൊണ്ട് മാത്രം സംസാരിക്കാൻ കഴിയില്ല. ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വാചകങ്ങൾ ഉണ്ടാക്കണം. ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വാക്കുകൾ ഉണ്ടാക്കണം. ഓക്കെ, വാക്കുകൾ ഉപയോഗിച്ച് വാചകങ്ങൾ ഉണ്ടാക്കണം. ഇംഗ്ലീഷിൽ എത്ര തരം വാചകങ്ങൾ ഉണ്ടെന്ന് അറിയാർക്കെങ്കിലും? എനിബഡി? How many kinds of sentences are there in English? This is grammar. 3, 20 lakh, that is words. 4 തരം വാചകങ്ങളാണുള്ളത്. Adil Awad has written is correct. Okay, what are they? Assertive, not 6. 4 kinds of sentences. Declarative or assertive, Awad has written. അതിന് 2 പേര് പറയാവുന്നതാണ്. ഡിക്ലറേറ്റീവിന് ഇസർട്ടീവ് എന്നും പേരുണ്ട്. ഡിക്ലറേറ്റീവ് എന്നാൽ പ്രസ്താവനാ വാചകം. ദെൻ ഇന്ററോഗേറ്റീവ് സ്പെല്ലിംഗിൽ കുറച്ച് തെറ്റുണ്ട്. ഇന്ററോഗേറ്റീവ് പിന്നെ ചോദ്യവാചകം. ദെൻ മൂന്നാമത് പറയാൻ നല്ലത് ഇംപാരറ്റീവ് ആണ്. കൽപ്പനാവാചകം ഇംപാരറ്റീവ്, അതാണ് കൂടുതൽ വരിക. എക്സ്ക്ലമേറ്ററി വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പറയാൻ പറ്റിയത് അങ്ങനെ ഇസർട്ടീവ് ഡിക്ലറേറ്റീവ്, അങ്ങനെ പറയാൻ നല്ലത്. ഇസർട്ടീവ് ഡിക്ലറേറ്റീവ്, ഇന്ററോഗേറ്റീവ്, ദെൻ ഇംപാരറ്റീവ്. ഇംപാരറ്റീവ് തന്നെ കൽപ്പന മാത്രമല്ല, അഭ്യർത്ഥനകളും അതിൽ വരും. 4 തരം സെന്റൻസുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലേതൊക്കെ തരം വാചകങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും വാചകങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. അതിനൊക്കെ ബുക്ക് വാങ്ങണമല്ല. കൂടി മാമന്റെ ചട്ടി പോലെ ചായ കാച്ചാനും മൂത്രിക്കാനും ഒക്കെ ഒരു ചട്ടിയാക്കണ്ട. വ്യത്യസ്ത നോട്ട് ബുക്കുകൾ വാങ്ങണം. എന്നിട്ട് യെസ് ഇനി നിങ്ങൾ ആദ്യത്തെ നമ്മളിപ്പോ പഠിച്ച വാക്കുണ്ടല്ലോ, എയ്ബോ, അത് വീഴ്ച ആരെങ്കിലും ഒരു വാചകം ഉണ്ടാക്കിയാട്ടെ. എയ്ബോ, അവര് വാക്ക് മാത്രമേ പഠിക്കുള്ളൂ. വാക്കുപയോഗിച്ചുകൊണ്ട് മാക്സിമം വാചകങ്ങൾ ഉണ്ടാക്കണം. I am not able to type here. That's right. I able to come with you. Okay, കാര്യം തിരിയുമെന്ന് മാത്രം അതിൽ തെറ്റുണ്ട് കേട്ടോ. നിങ്ങൾ സംസാരിക്കുമ്പോൾ തെറ്റുമോ എന്നുള്ള ഭയം പാടില്ല.
ഐ ഏബിൾ ടു കം വിത്ത് യു, ഞങ്ങളുടെ കൂടെ വരില്ലാന്ന് തന്നെ കഴിയില്ലാന്ന് തന്നെ അർത്ഥം മുന്നിലുള്ള മനസ്സിലാക്കും. തെറ്റൊന്നും ഭയപ്പെടണ്ട, സംസാരിച്ചുള്ള തെറ്റെങ്കിലും തെറ്റ്. ഓക്കെ, ഒരാൾക്ക് മാത്രമേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഓൾറൈറ്റ്, നോ പ്രോബ്ലം. അതെന്ത് വാചകമാണ്? ഐ ആം ഏബിൾ ടു റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ഇപ്പം ഐ ആം നോട്ട് ഏബിൾ ടു ടൈപ്പ് ഹിയർ എന്നുള്ളത് ഏത് സെന്റൻസ് ആണെന്നറിയോ? ഇറ്റ് ഈസ് അസർട്ടീവ് ഡിക്ലറേറ്റീവ്, ഒരു പ്രസ്താവനാ വാചകമാണല്ലോ. റൈറ്റ്. ഇനി സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ചോദ്യം ചോദിക്കാനാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രധാനമായി ചോദ്യം ചോദിക്കാൻ പഠിക്കാനാണ്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. ചോദ്യം ചോദിക്കാനാണ് അവർക്ക് അറിയാത്തത്. ഉത്തരം വളരെ എളുപ്പമാണ്. ഇനി ഏബിൾ ഉപയോഗിച്ചിട്ട് ആരെങ്കിലും ഒരു ചോദ്യവാചകം ഉണ്ടാക്കിയാട്ടെ. Are you able to attend exam tomorrow? That's right. Okay. Are you able to? Can you able? അത് വാചകം തെറ്റാണ്. Can you able to write എന്നുള്ളത്. Canഉം ableഉം രണ്ടും കൂടി വേണ്ട. ഓക്കെ, എന്നാലും പറഞ്ഞോളൂ, ആരൊന്നും കാട്ടൊന്നുമില്ല, അറസ്റ്റൊന്നും ചെയ്യില്ല. ഈസി able to become a teacher. Okay, almost good. Yeah. എനിബഡി ക്യാൻ ഏബിൾ ടു. അതാ പിന്നെയും ക്യാനും ഏബിളും രണ്ടും കൂടി ഒരിക്കലും വരില്ല. കഴിവിനെ കാണിക്കാനുള്ളവനാണ് ക്യാൻ, അത് തന്നെയാണ് ഏബിളും. ഏബിൾ എന്നാണ് കേട്ടോ, സോറി. എനിഹൗ, ഏതായാലും നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്ന കുറെ വാചകങ്ങൾ. ക്യാൻ പ്ലസ് ഏബിൾ ഈസ് നോട്ട്. ഓക്കെ, ക്യാൻ ഐ ഡ്രിങ്ക് വാട്ടർ, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുമോ? ആർ യു ഏബിൾ ടു ടീച്ച്? ഓക്കെ, വാചകത്തിൽ grammatically there is no mistake. Okay. Okay. ഇനി ഏബിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൽപ്പനാരൂപം ഉണ്ടാക്കാൻ പറ്റും. Will you come tomorrow? ഒരു കൽപ്പനാരൂപം ഏബിൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വാചകം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഈ കൽപ്പന അങ്ങോട്ട് കേൾക്കാൻ മാത്രമേ ഉള്ളൂ. അവിടെ കേൾക്കണമെങ്കിൽ ഈ മൈക്രോന്ന് റിലീസ് ചെയ്യണം. ഓക്കെ, ആർ യു ഏബിൾ ടു ടീച്ച്? യു ഷുഡ് ബി ഏബിൾ. നോ 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 നോ. ഇംപാരറ്റീവ്. ബി ഏബിൾ. നോ. കൽപ്പനാരൂപമായിരിക്കണം. കൽപ്പനാരൂപം. ഓക്കെ, ഐ ടെൽ യു. You have to no. Okay, bring me an able teacher. Bring me an able teacher. എനിക്കൊരു കഴിവുള്ള ടീച്ചറെ കൊണ്ടുവരൂ. You must be able. കൽപ്പനാരൂപമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഓക്കെ, ഞാനൊരു ഉദാഹരണങ്ങളോട് പറഞ്ഞു. ചിന്തിച്ചാലും കിട്ടും, ചിന്തിക്കാഞ്ഞാലും കിട്ടില്ല. ഓക്കെ, റൈറ്റ്. എക്സ്ക്ലമേറ്ററി കുറച്ചുകൂടി പ്രയാസമായിരിക്കും. ഇങ്ങനെ ഓരോ വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് വാചകങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. എത്രമാത്രം നിങ്ങൾക്ക് വാചകം ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. യെസ്, യു ഏബിൾ ടേക്ക് പെൻ. ഒക്കെ ഒക്കെ അടിച്ചോളൂ. ഞാൻ കണ്ടമാനം കുറെ തെറ്റെന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങള് സംസാരിക്കലും നിർത്തും, പഠിക്കലും നിർത്തും. അതുകൊണ്ട് ഞാൻ തെറ്റിപ്പം പറയില്ല. നിങ്ങൾക്കറിയാം, ഞാൻ മഞ്ചേരിയിലും നമ്മുടെ ഇക്കമിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇംഗ്ലീഷ് വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ എനിക്ക് ഇക്കമിയയിൽ ക്ലാസ് ഉണ്ട്. കാരണം നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പലതും മലയാളം സംസാരിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ്. അതിന്റെ പ്രാധാന്യം നമ്മളെ മാനേജ്മെന്റ് വേണ്ടത്ര മനസ്സിലാക്കി. ദാറ്റ്സ് റൈറ്റ്, ഖദീജ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ദാറ്റ്സ് റൈറ്റ്. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അവിടുത്തെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലെവല് മുകളിലോട്ട് വന്നിട്ടുണ്ട്. യു ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. ഓഹോ, ഗുഡ് സൽമാൻ. ഓക്കെ, റൈറ്റ്. നൗ
ഇനി നിങ്ങൾ സംശയം ചോദിക്കുക. സംശയം മാത്രമല്ല എനിക്കറിയേണ്ടത്. നിങ്ങൾ ഇംഗ്ലീഷിൽ ചോദിക്കേണ്ട കേട്ടോ. ഈ ആരും ഇന്നലെ ഒന്ന് എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞിട്ട് അത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ബ്രിങ് മീ എ നെയ്ബിൾസ് ആയ നെയ്ബിൾ എന്നാണ് കേട്ടോ. നെയ്ബിൾ. സെർവന്റിന്റെ സ്പെല്ലിംഗ് VA എന്നാണ്. VA എന്നാണ്. ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മിണ്ടാതിരുന്നാൽ നിങ്ങൾ തെറ്റ് പകർത്തലെന്ന് വിചാരിച്ച് ഞാൻ തെറ്റിദ്ധരിക്കുന്നത്. ബ്രിങ് മീ എ നെയ്ബിൾ സെർവന്റ്. Bring me an able servant. That's right. Mr. Midkan. ഓഹോ, ഗുഡ്. അപ്പൊ നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾ എന്തോ ഓരോരുത്തരും എന്ത് ചെയ്തു എന്ന് പറയണം, മറ്റുള്ളവരൊന്ന് അറിയട്ടെ. അതിനു വേണ്ടിയിട്ടാണ്. ഒന്ന് കൈ ഉയർത്തിക്കോളൂ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണം. Bring me an able student. Okay. Be able to bring a good teacher. Okay. Okay. I am releasing the mic, please. Put up your hand, please. Anybody want to ask any question? അല്ലെങ്കിൽ അത് പോരാ. നിങ്ങൾ 194 ആളെ ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്താണ് ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം എന്ത് ചെയ്തു എന്ന് എനിക്കൊന്ന് അറിയേണ്ടതുണ്ട്. അല്ല പിന്നെ bring me an excellent scholar. That's good. അപ്പൊ ഒന്നും ചെയ്യാതെ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പഠിക്കൂല കേട്ടോ. ഭൂരിഭാഗം ആളുകൾക്കും പറ്റുന്നതാ. ഒരു വസ്തു ചെയ്യൂല. I am able to speak in English. Able to speak English എന്ന് മതിട്ടോ. ഇൻ ഇംഗ്ലീഷ് വേണ്ട. അതൊക്കെ മലയാളത്തിൽ നിന്ന് പകർത്തുന്നതാണ്. I am able to speak English എന്ന് മതി. That's more than enough. You are a good teacher. Are you telling about me? Thank you. എന്താ ആരും കൈവെക്കുന്നില്ലല്ലോ? ആർക്കൊന്നും ചോദിക്കാനില്ല? 192 ആളുണ്ടായിട്ട് ആർക്കൊന്നും ചോദിക്കാനില്ല. ഞാൻ ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാർക്കും പറയാനുമില്ല. അത് ഭയങ്കര തമാശയാണല്ലോ. I started to listen English speeches through YouTube. Okay, very good. യൂട്യൂബിലൂടെ പുസ്തകം കേൾക്കാൻ തുടങ്ങി. ഓക്കെ, what else? അത് എഴുതി വരുന്നതാണ്. ഒന്നാമത്തെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺഷ്യസ് ലേണിംഗ് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഒന്നാലൊന്ന് ടെസ്റ്റ് തന്നെ അടിച്ചോളൂ, അല്ലെങ്കിൽ മൈക്കിൽ വരണം നിങ്ങൾ. ലിസൺ ലാവിഷ്ലി. ആ തത്വത്തിന്റെ ഒരു പണിയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. then no one cannot courage to hand up. ഓക്കെ, പറഞ്ഞോളൂ. ഏതായാലും ഈ കാര്യമൊക്കെ നിങ്ങൾക്ക് പറയാം. nobody has the courage to put up his hand. കറേജിന്റെ സ്പെല്ലിംഗ് 6 രണ്ടെണ്ണല്ല, അബുദാബി അടിച്ചതാണ്. I am also reading widely English newspaper. Okay, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. എനിഹൗ, കറേജ്, കറേജ് എന്നല്ല എന്റെ ഉച്ചാരണം കേട്ടോ, കറേജ് എന്നാണ്. അപ്പൊ ജിയിൽ അവസാനിക്കുന്ന മിക്കവാറും വേർഡിലൊക്കെ എയുടെ ഉച്ചാരണം all are afraid to ask. എവിടെ ഞങ്ങളോട് പറയുന്നത് പേടിയാണെന്നല്ല നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ധൈര്യം ഉണ്ടാവണം ആദ്യം തന്നെ പറഞ്ഞത്. മനഃശാസ്ത്രപരമായ 5 ഘടകങ്ങളിൽ ഒന്നാമത്തത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അത് വേണമെന്നാണ് പറഞ്ഞത്. കോൺഫിഡൻസ് ഇല്ലാതെ പഠിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. മലയാളത്തിൽ ചോദിച്ചുകൂടൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും വിഡിത്തം ചോദിച്ചൂടെ? I am speaking with my kids in English regularly. Regularly. Okay, very good. ആദ്യ ലെവൽ വീട്ടിൽ നിന്ന് കുട്ടിയോട് സംസാരിക്കാം. How to build up our confidence. കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ള മാർഗം കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരുന്നിട്ട് ഒരു 3 ദീർഘശ്വാസം വലിക്കുക. എന്നിട്ട് എനിക്ക് നല്ല ആത്മവിശ്വാസവും ആത്മധൈര്യം ഉണ്ടെന്ന് ഒരു 10-40 വട്ടം രാവിലെ വൈകുന്നേരം പറയാം. ഓക്കെ, ലജ്ജയുണ്ട് എന്നാ പറയണത്. ലജ്ജിച്ചിരുന്നാലൊന്നും പഠിക്കാൻ കഴിയില്ല. സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. അത് നല്ലൊരു മെത്തേഡാണ്.
ഒരു കണ്ണാടിയുടെ മുന്നിൽ വെച്ച് സംസാരിക്കുക നല്ലൊരു മെത്തേഡാണ്. ഇറ്റ്സ് എ ഗുഡ് മെത്തേഡ്. മിറർ ടോക്ക് എന്നാണ് ആ മെത്തേഡ് അറിയപ്പെടുന്നത്. പക്ഷെ വാതിലടച്ചാൽ കഴിഞ്ഞു, അല്ലെങ്കിൽ കുതിരവട്ടത്തെ ഊളം പറയറ്റും. Okay, those who want to show the confidence, please raise hand. ആത്മവിശ്വാസങ്ങളൊന്നും കാണിക്കും നിങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ക്ലാസ് എന്തിനാ? മിറർ ടോക്ക്. നത്തിങ് ഈസ് ഇമ്പോർട്ടിങ്. സ്റ്റാർട്ട്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷെ ആരും കൈപൊക്കുന്നില്ലല്ലോ. യെസ്, എന്നാ ക്ലാസ് നിർത്താം, ആരും കൈപൊക്കുന്നില്ലെങ്കിൽ. Yes. Why you people are frightened? Impossible is. ബാക്കവി ഉസ്താദ് എവിടെ? ഓക്കെ, ബാക്കവി ഉസ്താദ് മെനഞ്ഞാന്ന് വളരെ സജീവമായിട്ട് വന്നിരുന്നു. ബാക്കവി ഉസ്താദിന്റെ ആദ്യം തന്നെയുടെ എല്ലാവർക്കും വേണം. ഐ ഡോണ്ട് ഹാവ് മൈക്ക് ടു സ്പീക്ക്. ഓക്കെ, എന്നാ പിന്നെ നിർവാഹമൊന്നുമില്ല. മൈക്കുള്ളവർക്കാർക്കെങ്കിലും നിങ്ങൾക്ക് ഒരാൾക്ക് എല്ലാവരും മൈക്കില്ലാത്തവരാണോ? So I will type here. Yeah. Okay. അപ്പൊ ഞാനിങ്ങനെ ക്ലാസ് എടുത്ത് പോവാന്നേ ഉള്ളൂ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണമൊന്നുമില്ല. ടൈപ്പിംഗ് മാത്രമേ ഉള്ളത്. മൈക്കില്ലാത്തവരാണോ എല്ലാവരും? Okay, I am not in a situation to take mic. Okay, it's all right, no problem. Okay. Yes. I just came, so I don't know what to talk. ഞാൻ മലയാളത്തിൽ ചോദിച്ചോളൂ ഞാൻ പറയുന്നത്. ഹൗ ടു ഇംപ്രൂവ് പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ളത് 44 അക്ഷരങ്ങൾ വേറെ പഠിക്കാനുണ്ട്. ഉച്ചാരണം, ഇംഗ്ലീഷ് ഉച്ചാരണം പഠിക്കാൻ വേണ്ടി 44 ടൈം ആൻഡ് ടൈഡ് വെയിറ്റിനാണ്. ഇംഗ്ലീഷിലുള്ള ഒരു പഴഞ്ചൊല്ലാണത്. സമയവും തിരമാലയും ആരെയും കാത്തിരിക്കാറില്ല. അപ്പോൾ ഉച്ചാരണം പഠിക്കാനുള്ള മാർഗം എന്താ വെച്ചാൽ 44 ഫൊണറ്റിക് ആൽഫബറ്റ് ഉണ്ട് ഇംഗ്ലീഷിൽ. അത് ഉച്ചാരണം പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഫൊണറ്റിക് ആൽഫബറ്റ്. അത് ഞാൻ പറയുകയാണെങ്കിൽ ആരെങ്കിലും അത് എന്താണ് എടുത്തു വെച്ചിട്ടുണ്ടോ? അത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഐ തിങ്ക് ഗൂഗിളിൽ നിന്നും കിട്ടും. സീഷെൽസ്, അത് ടങ് ട്വിസ്റ്റർ എന്നാണ് പറയുന്നത്. സീഷെൽസ്, അത് ABCD ആണ് നിങ്ങൾ അടിച്ചിരിക്കുന്നത്. ഫൊണറ്റിക് ആൽഫബറ്റ് 44 ഉണ്ട്. അത് എവിടെന്നെങ്കിലും നിങ്ങൾ ഫൊണറ്റിക് ആൽഫബറ്റ് എന്ന് ഗൂഗിളിൽ കയറിയിട്ട് അടിച്ചാൽ കിട്ടത്. ഗൂഗിളിൽ കയറിയിട്ട് ഫൊണറ്റിക് ആൽഫബറ്റ് എന്നടിച്ചാൽ, അല്ലെ ഫൊണറ്റിക് ലെറ്റേഴ്സ് എന്നടിച്ചാൽ കിട്ടും. അത് ഞാൻ ഇവിടെ പറയുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയുള്ളൂ. ഇപ്പൊ നമ്മള് വൊക്കാബുലറിയിലേക്ക് വന്നു, ഒരിത്തിരി ഗ്രാമറിലേക്കും നമ്മൾ വന്നു. അത് ഇനിയിപ്പം നമ്മൾ 4ാമതായി വരാനുള്ളത് ഉച്ചാരണത്തിലേക്കാണ്. ടങ് ട്വിസ്റ്റർ. അപ്പോ ആർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഏതായാലും ഞാൻ അത് പറയാം. നിങ്ങൾ മലയാളത്തിൽ അടിക്കാൻ കഴിയുന്നവരുണ്ടോ? ഇമേജ് ഉണ്ട്. ഓക്കെ, മലയാളത്തിൽ അടിക്കാൻ കഴിയുമെങ്കിൽ മലയാളത്തിൽ അടിക്കാം. പിന്നെ അതിന്റെ പകരമുള്ളത് നിങ്ങൾ പിന്നെ കണ്ടുപിടിച്ചോളൂ. ഇംഗ്ലീഷ് ഞാൻ പറയുന്നത് ഫൊണറ്റിക്സിൽ 44 അക്ഷരങ്ങളുണ്ട്. ഓക്കെ,
44 അക്ഷരങ്ങളാണ് ഫൊണറ്റിക്സ് ആൽഫബറ്റിലുള്ളത്, ഫൊണറ്റിക് അക്ഷരമാലയിലുള്ളത്. 44 എണ്ണത്തിൽ 20 എണ്ണം നിങ്ങൾ നോട്ട് ചെയ്ത് എടുക്കണം. 20 എണ്ണം വോവൽസ് ആണ്, വോവൽ സൗണ്ട് ആണ്, വോവൽ ലെറ്റേഴ്സ്. 20 എണ്ണം വോവൽ ലെറ്റേഴ്സ് ആണ്. 44 വേർഡ്സ്, നോട്ട് വേർഡ്സ്, ലെറ്റേഴ്സ് പ്ലീസ്. 44 ലെറ്റേഴ്സ്. അതിൽ 20 എണ്ണം വോവൽ ലെറ്റേഴ്സ് ആണ്. വോവൽ ലെറ്റേഴ്സിൽ 12 എണ്ണം സിംഗിൾ വോവൽസ് ആണ്. സിംഗിൾ വോവൽ ലെറ്റേഴ്സ്. ഈ സിംഗിൾ വോവൽ ലെറ്റേഴ്സിന് 12. സിംഗിൾ വോവൽ ലെറ്റർ, അതിന് മൊണഫ്തോങ് എന്നും പറയാറുണ്ട്. MONOPH THONGS, മൊണഫ്തോങ്സ്. ദാറ്റ്സ് റൈറ്റ്. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ എന്നാണ് അർത്ഥം. അതിന് വേറെയൊരു പേരുണ്ട്, പ്യൂ വോവൽസ്, PURE. വൗ ഈസ് എന്നാണ് അതിന്റെ ഉച്ചാരണം കേട്ടോ, വൗവൽ എന്നല്ല, വൗ ഈസ്. ഇത് 3 ഒരേ സംഭവമാണ്, 3 പേരിലും അറിയപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പ്യൂ വോവൽസ്, PURE. അടുത്ത ക്ലാസ് തുടങ്ങേണ്ട സമയമാകുമ്പം അടിമന്മാരാരെങ്കിലും അറിയിക്കണേ. ഐ ക്യാൻ സ്റ്റോപ്പ് എനി മൂവ്മെന്റ്. പ്യൂ വോവൽസ്. ഇത് 3 ഒന്നാണ്, തെറ്റിദ്ധരിക്കേണ്ട. മൊണഫ്തോങ്, പ്യൂർ വോവൽസ്, സിംഗിൾ വോവൽ എന്നെല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇനി അതില് മലയാളം അടിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? യെസ്. That's right. Monophthong സമം സിംഗിൾ വോവൽ. അത് സ്ലാഷ് ഇട്ടടിച്ചാൽ മതി. ക്ഷമിക്കാം, ആ എന്നടിക്കാം. അതിന് എഴുതുന്ന ഫൊണറ്റിക് ആൽഫബറ്റ് ഉണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എഴുതുന്ന പോലെ എഴുതും, പക്ഷെ നടുക്കുള്ള വര ഉണ്ടാവില്ല. അത് നിങ്ങൾ ആരെങ്കിലും എഴുതെങ്കിൽ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ഇത് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അതിന്റെ ഉച്ചാരണം എന്നായിരിക്കും, പക്ഷെ ആ അക്ഷരം എങ്ങനെ എഴുതുന്നത് എന്നുള്ളത് ആരെങ്കിലും കയ്യിൽ നല്ല ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ടോ? ദാറ്റ്സ് റൈറ്റ്. അതാ ഈ ഡോക്ടർ ജലീൽ അടിച്ചിരിക്കുന്ന കപ്പ് എന്നയക്കുന്ന ആദ്യത്തെ അതാണത് സാധനം. താങ്ക് യു. ഡോക്ടർ ജലീൽ അടിച്ചിരിക്കുന്ന അതാണ് അക്കപ്പ് എന്നാണത്. അക്കപ്പ്. ഓക്കെ, താങ്ക് യു. ഇനിയുള്ളത് എന്നാണ്. എഴുതിയിട്ട് 2 കുത്താണ് അതിനിടുക. ഉദാഹരണത്തിന് 100 മദീനാന്നിട്ട് അത് അതിൽ മതി. അതുപോലെ അത് സ്ലാഷ് ഇടും. ഒരു ചെറിഞ്ഞ 2 വരയിടണം എന്നാണ് നിയമം. അത് ഫോണറ്റിക് ആൽഫബറ്റ് ആണ്, ഇംഗ്ലീഷ് അക്ഷരമാലയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയക്ഷരാണ് അതൊക്കെ വരിക. അല്ല, അത് ചെറിയക്ഷരം എഴുതിയിരിക്കണം. ഫോണറ്റിക് ആൽഫബറ്റ് ഒരിക്കലും വലിയക്ഷരം എഴുതാറില്ല. സ്ലാഷ് അതിൽ അവർ എഴുതിയിരിക്കുന്ന ഏന്റെ ശേഷം ഇട്ടിരിക്കുന്ന അതിനാണ് സ്ലാഷ് എന്ന് പറയുന്നത്. ഡോക്ടർ നാസർ അടിച്ചിരിക്കുന്ന എന്നുള്ളതില്ല. അതിന്റെ ഉദാഹരണം അത് അടിച്ചത് വളരെ നന്നായിട്ടുണ്ട്. അത് എഴുതിയതിനു ശേഷം എന്നും അടിച്ചോളൂ. അതിന്റെ ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ്. ഫാദർ എന്നുള്ള അവിടെ എന്ന് കണ്ടില്ലേ? ഓക്കെ. പിന്നെ ഈ ഏകദേശം ഒരു എല്ല് പോലെ ഉണ്ടാവും എഴുത്തില്, അല്ലെങ്കിൽ സാധാരണ ഐ പോലെ ഇടും. 2 രൂപയിൽ വരാണ്ട്. അല്ലല്ല, ഞാനിത്
ഇതിന്റെ ഓർഡർ മാറ്റിയിട്ടുണ്ട്. മലയാളികൾക്ക് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് സാധാരണ പുസ്തകത്തിൽ കാണുന്ന ഓർഡർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ആ ഈ ഊ എന്നുള്ള രീതിയിലാണ് ഡോക്ടർ ജലീൽ. അപ്പൊ ഞാനതൊന്ന് മലയാളികൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് ഓർഡർ ഒന്ന് മാറ്റിയിരിക്കുകയാണ്. ഈ എന്നടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കാം. ഒരു ഉദാഹരണം, ഡോക്ടർ ജലീൽ ഹാസ് എവറിത്തിങ് ഐ തിങ്ക്. ഈ അതെ, ഓക്കെ, ഈ അടിക്കൂ, അതിന് പകരം മറ്റത്. ഓക്കെ, അതെ, ഹിറ്റ് ഡോക്ടർ ജലീൽ വെച്ചിരിക്കുന്ന ഹിറ്റിന്റെ ഇപ്പുറത്തുള്ള അത് സ്മോൾ ഐ അടിക്കാം. രണ്ടും ആവാം. എഴുത്തിൽ നമുക്ക് സ്മോൾ ഐ മതി. അച്ചടിയിൽ ഈ കാണുന്നതാണ് ഉണ്ടാവുക. യാ, ദാറ്റ്സ് റൈറ്റ്. രണ്ടിലേതുമാവാം. പക്ഷെ എഴുത്തിൽ പലപ്പോഴും ഈ ഐ ഇട്ടാൽ ഈ എന്ന്. ഈക്ക് ഞാൻ ഉദാഹരണം എഴുതുന്നത് കേട്ടുള്ളൂ. വിമിൻ എന്നടിച്ചോളൂ. വിമിൻ, സ്ത്രീകൾ എന്നർത്ഥമുള്ള വിമിൻ. ഉദാഹരണം അതാണ് എഴുതുന്നത്. ഇതിന് ഉച്ചാരണം വിമിൻ എന്നാണ്. വിമിൻ. മലയാളത്തിൽ വിമൻ നല്ല കേട്ടോ, അവിടെ തെറ്റി. വിമൻ നല്ല വിമിൻ. വിമിൻ എല്ലാവരും തെറ്റിക്കുന്നത്. വിമിൻ, വിമിൻ. ദാറ്റ്സ് റൈറ്റ്. നാലാമത്തെ അക്ഷരം ഇ എന്നാണ്. ഒരു ചെറിയ അക്ഷരത്തിലുള്ള ഐയിട, രണ്ട് കുത്തൂട. ദാറ്റ്സ് റൈറ്റ്. ഡോക്ടർ ജലീൽ അടിച്ചിരിക്കുന്നതാണ്. ഓക്കെ, സി. ഞാനത് കുറച്ചും കൂടി കൊടുക്കാറുള്ളത്. സി, അതെ, സി. സി ഒരു ഉദാഹരണങ്ങൾ ഒരിക്കലും. ഉദാഹരണം വളരെ പ്രധാനമാണ്. ഡോക്ടർ ജലീലിന് സി ഫണറ്റിക് ആൽഫബറ്റിലൊന്നും അടിക്കാൻ പറ്റും. ഓക്കെ, ഫണറ്റിക് ആൽഫബറ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ. ഓക്കെ, ഇല്ല, എന്നാ പിന്നെ നോ 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 എസ് ആണ് വേണ്ടത് കേട്ടോ. എസ് ഡോക്ടർ ജലീൽ അവസാനം അടിച്ചിരിക്കുന്ന എസ് ഐ രണ്ട് കുത്ത്, സി അടിച്ചാൽ അതാണ്. ഞാൻ സാധാരണ കൊടുക്കുന്ന വേറെ ഉദാഹരണമുണ്ട്. ഈവ്, ഇ വി, അത് എവേന്നും ആവാലോ. ആയിക്കൂടെ. ഇ വി, ഈവ് എന്നടിച്ചുള്ളൂ ആരെങ്കിലും. സ്ത്രീ എന്നർത്ഥമുള്ള ആദം ആൻഡ് ഈവ്. ഇ വി, ദാറ്റ്സ് റൈറ്റ്. അത് എവേന്നും ആയിക്കൂടെ. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ നമ്മൾ ഉച്ചാരണ കണ്ടെടുത്ത് നോക്കിയാൽ ഇനി ഇതൊന്ന് അടിക്കാൻ പറ്റും. ഈ ഇവിടെ ഇതൊന്ന് ഫണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാൻ പറ്റുമോ? ഈവ്, അതെ, അത് മലയാളമായി. ഇനി അതിന്റെ ഫണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ദാറ്റ്സ് മലയാളം. അത് മലയാളം ട്രാൻസ്ക്രിപ്ഷനാണ് ആയത്. അതായത് ചെറിയ ഐയിട്ട് രണ്ട് കുത്തിട്ട് വി ഇടുക. That's right. Dr. Nasser has done that. Eve. കണ്ടോ നിങ്ങൾ? ഇത് എവേ എന്നായിക്കൂടെ ആവാം. അപ്പൊ നമുക്കറിഞ്ഞൂടെ അതിന്റെ ഉച്ചാരണം എന്താണ്. ഓക്കെ, ബൈറ്റുന്നൂർ ഓൾസോ ഹാസ് റിട്ടൺ കറക്റ്റ്. അപ്പൊ നമ്മൾ ഉച്ചാരണം കണ്ട് എടുത്തു നോക്കിയാൽ ഇങ്ങനെ കാണാം. അപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടു അതിന്റെ ഉച്ചാരണം ഇങ്ങനെയാണ് എന്ന്. ഓക്കെ, നൗ ദെൻ ഉ സാധാരണ എഴുതുന്നത് യുവിന്റെ പക്കത്ത് രണ്ട് കുനിപ്പും കൂടി ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഫണറ്റിക് ആൽഫബറ്റ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഡോക്ടർ ജലീൽ നോ, അങ്ങനെ അത് മതിയാവില്ല. രണ്ട് യുവിന്റെ മുകളിലേക്കുള്ള രണ്ട് വളവും കൂടി ഉണ്ട് അതിന്. സാധാരണ യു മതിയാവില്ല. ഊ ആണ് മലയാളം അടിച്ചത് ശരിയാണ്. ദാറ്റ്സ് റൈറ്റ്. ഡോക്ടർ ജലീൽ അടിച്ചിരിക്കുന്ന ഈ സംഭവമാണിത്. സാധാരണ യു അതിന്റെ രണ്ട് വക്കലും രണ്ട് കുനിപ്പിട്ടിട്ടുണ്ട്. അതാണ് ഉ. ഇറ്റ് ഈസ് നോൺ ആസ് ഒമേഗ സൈൻ. പക്ഷെ അത് യു പോലെ കുറച്ചുകൂടി മുകളിലേക്ക് ഉരുണ്ടു പോവേണ്ടതുണ്ട് എന്നാണ് എന്റെ അറിവ്. എനിഹോ, ഒമേഗ സൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ,
That's a new knowledge to me. Okay, ഇനി ഇതിന് ഉദാഹരണമായി എഴുതുന്നത് ബുക്ക് എന്നാണ്. ബുക്ക്. ബുക്ക്. That's right. ഇനി ഇംഗ്ലീഷ് ഒന്ന് അടിച്ചോളൂ. ഇത് ബൂക്ക് എന്നായിക്കൂടെ? ബൂട്ട് നോക്കൂ നിങ്ങൾ. ബൂട്ട് പോലെ ശരിക്കാണ് ബൂക്ക് എന്നായിക്കൂടെ? യെസ്. അപ്പൊ ഇത് ബുക്ക് എന്നാണ്. ഇനി അതിന്റെ ഫൊണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ എടുക്കാൻ കഴിയുമായിരിക്കെങ്കിലും ബുക്കിന്റെ ഫൊണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ, ബുക്കിന്റെ ഫൊണറ്റിക് yeah, that's right. Dr. Julius has done that. Book. അപ്പൊ ഇത് നമ്മൾ ബുക്കാണോ ബുക്കാണോ നമുക്കറിഞ്ഞൂടാ. നല്ല ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് നിഘണ്ടുവില് ഇത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് പോകും. നല്ല ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് നിഘണ്ടുവില് വാക്കെഴുതിന് ശേഷം ഉച്ചാരണത്തിന് ശേഷം അർത്ഥം കൊടുത്തിരിക്കുന്നത്. നമ്മൾ കേരളത്തിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്തുകൊണ്ട് ഉച്ചാരണം പഠിപ്പിച്ചില്ല എന്ന് ഞാൻ എന്റെ PG കഴിഞ്ഞപ്പോൾ പോലും എന്നോട് ഇതാരും പറഞ്ഞു തന്നിട്ടില്ല. യെസ്. ഓക്കെ, അപ്പോൾ കിട്ടി ബുക്ക്. ഇനി അത് സാധാരണ ഇട്ടിട്ട് 2 കുത്തിട്ടാ മതി. That's right, Dr. Jalil. Thank you. അത് എന്ന്. ഓക്കെ, ഡോക്ടർ നാസർ has done that. That's right. അത് എന്ന് മലയാളത്തിൽ അടിച്ചോളൂ. അപ്പൊ നിങ്ങൾ എന്ന് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഉദാഹരണം. ഇനി അത് ടാജിറ്റ് എന്നാണ്. ടാജിറ്റ്. ആറിന് ഉച്ചാരണമല്ല, ജീന്റെ ശേഷം ഈ സൗണ്ടാണ്. ടാജിറ്റ്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞെന്താ, നിങ്ങൾ തന്നെ എഴുത്ത് നോക്കി കണ്ടുപിടിക്കുന്ന അവസ്ഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ടാജിറ്റ് എന്നാണ്. ഇത് ടാർജറ്റ് എന്നൊക്കെ പറയുന്നത്. ടാജിറ്റ്. ടാജിറ്റ്. ആറിന് ഉച്ചാരണമല്ല, ജീന്റെ ശേഷം ഈ സൗണ്ടാണ്. ടാജിറ്റ്. റൈറ്റ്. ഇനി നിങ്ങൾ FOOD. അത് നിങ്ങൾ ഉച്ചാരണം ഒന്ന് എഴുതിയാട്ടെ. സാധാരണ പഠിച്ചു വെച്ച ഉച്ചാരണം FOOD. എങ്ങനെയല്ലേ മലയാള ഉച്ചാരണം നമ്മൾ പഠിച്ചു വെച്ച ഉച്ചാരണം എന്ന് പറയാൻ എഴുതിയാട്ടെ. ഫുഡ് അല്ല, ഫൂഡ് എന്നാണ്. ഫുഡ് എന്നല്ല, ഫൂഡ്. Can Dr. Jalil transcribe it phonetically, please? That's right. Food. Yes, KM എഴുതിയിട്ടുണ്ട്. ഇതാണ് ഫുഡ്. ഇങ്ങനെ ഇത് എഴുതുമ്പം ഈ വാക്കിനൊക്കെ സ്ലാഷ് വേണമെന്നാണ് നിയമം കേട്ടോ. സ്ലാഷ് പൊതുവില്. ഫുഡ്. That's right. ഇപ്പം then ഈ എഴുതിയാൽ മതി. അത് That's right. സ്ലാഷ് ഇടുന്നത് നല്ലതാണ്. അവധ്. That's right. 2 സ്ലാഷിന്റെ ഇടക്ക് ഈ എഴുതലാണ് നല്ലത്. ഈ സ്ലാഷിന്റെ നടുക്ക് വരണം. ഇങ്ങനെ എഴുതാൻ കഴിയില്ല. I don't know. That's right. ആദ്യം അവത് അടിച്ചിരിക്കുന്ന ആ രീതിയിലാണ് എഴുതേണ്ടത്. ഓക്കെ, that's right. അതിന് എന്ന് മലയാളത്തിൽ എഴുതാം. എന്നിട്ട് ANY എക്സാമ്പിൾ ആയിട്ട് എഴുതുന്നത്. ANY. That's right. Any. So can anybody transcribe it phonetically? അത് phonetically. any എന്നുള്ളത് ആണിന്നാവാം, ഏണിന്നാവാം, നമുക്കറിഞ്ഞൂടാ. That's right. Any. അത് ശരിയാണ്. മുഹമ്മദ് അടിച്ചിരിക്കുന്നത് any. അങ്ങനെയാണ് ഉച്ചാരണം. any. എങ്ങനെ മലയാളത്തിൽ വേണമെങ്കിൽ any എന്ന് എഴുതി വെക്കാം. It's all right. ഓക്കെ. ഇത് ഒരു തന്നെയാണ്. ഈ 2 രീതിയിൽ എഴുതാൻ പറ്റുന്നതാണ്. ഇപ്പോ തൊല്ലത്ത് അടിച്ചിട്ടുണ്ടല്ലോ അവസാനത്തെ any എന്നുള്ളത്. അത് ഈ 2 രീതിയിൽ എഴുതാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് ഞാനിപ്പോ ചെറിയ എഴുതാം, അല്ലെങ്കിൽ ഈ 3 തിരിച്ചിട്ട കോലത്തിലും എഴുതാം. പക്ഷെ പ്രിന്റിങ്ങിലധികം ഈ 3 തിരിച്ചിട്ട രൂപമാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ എഴുത്ത് നമുക്ക് സൗകര്യത്തിന് ഇതാണ് നല്ലത്. ഓക്കെ. ഇനി അതൊരു പ്രത്യേക അക്ഷരമാണ്. ഡോക്ടർ ജലീൽ ആദ്യം ജലീൽ അടിച്ചിരുന്നു.
ദാറ്റ്സ് റൈറ്റ്. ഡോക്ടർ ജലീൽ അടിച്ചിരിക്കുന്നതാണ് അത് കൂടിയിരിക്കണം എന്നുള്ളതാണ്. ഈ കൂടി ഡോക്ടർ ജലീൽ അടിച്ചതാണ് കറക്റ്റ്. ദാറ്റ്സ് റൈറ്റ്. കാറ്റ്, ഉദാഹരണം CAT, cat. Mr. Jalil, can you translate cat phonetically? That's right. Cat. SKM അടിച്ചത് ശരിയാണ്. പക്ഷേ രണ്ട് ടൈപ്പ് ഫ്രണ്ട് ഉണ്ടെന്നാണ് മാത്രം. കാറ്റ്, സോറി, സി അടിച്ചുകൂടെ അവിടെ, കെ അടിച്ചിരിക്കണം. സി ഫോണറ്റിക് ആൽഫബറ്റിൽ ഇല്ല, കാറ്റ് അല്ല. I think Dr. Jalil can try that. കെ ആയിരിക്കണം, സി പറ്റില്ല. രണ്ടക്ഷരം കൂടിയിരിക്കണം. ഇതാ ഇവിടെ SVG അടിച്ചിരിക്കുന്നത് കാറ്റ്. ദാറ്റ്സ് റൈറ്റ്. SVG ദ ബെസ്റ്റ് അടിച്ചിരിക്കുന്നതാണ് അതിന്റെ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ. സ്ലാഷിന്റെ അടുക്ക് കാറ്റ്. റൈറ്റ്. ദെൻ ഓ സാധാരണ ഒരു ഡി പോലെ എഴുത്തിൽ വരാറുണ്ട്, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ക്രോസ് ചെയ്യുന്ന കോലത്തിൽ രണ്ട് രീതിയിൽ വരും. അടുത്തത് ഓ ആണ്. അതല്ല, അവരില്ല. ഓ അല്ല, അത് ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷനിൽ ഒരു രൂപമുണ്ട്. ഇല്ല, ബ്രാക്കറ്റിൽ ക്ലോസ് ചെയ്യുന്ന രൂപം മാത്രമാണ് ഉണ്ടാവാറ്. ഓ എന്നല്ല, അത് ഈ ഓ എന്നാണ് ഇപ്പൊ ഡോക്ടർ ജലീൽ അടിച്ചത്. ഈ രണ്ട് കുത്തില്ലാതെ ആവാം, രണ്ട് കുത്തുണ്ടാവരുത്. എഴുത്തിൽ ഏതാണ്ട് ഒരു ഡി പോലെയാണ് അത് കാണിക്കാറ്. നോ 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 ഇത് ഡോക്ടർ ജലീൽ അടിച്ചിരിക്കുന്ന അത് അത് അടുത്ത അക്ഷരമാണ്, നമുക്ക് ഓന്ന് ആണ് വരാൻ പോകുന്നത്. ദാറ്റ്സ് റൈറ്റ്. ഇതാണ് റിഷാൽ ഫാമിലി അടിച്ച ഏകദേശ രൂപം. ഓ ഓ കുത്ത് ഒഴിവാക്കിയാൽ പോരെ, എന്നിട്ട് ധാരാളം മതി. ഡോക്ടർ ജലീൽ അടിച്ചതിലുള്ള കുത്ത് ഒഴിവാക്കിയാൽ ശരിയാവും. ഞാൻ ഉദാഹരണം ഒന്ന് എടുത്തിട്ട് പിന്നീട് പറയാം. ആർക്കെങ്കിലും അടിക്കാൻ പറ്റിയെങ്കിൽ അടിച്ചോളൂ. നമ്മൾ സാധാരണ ഓന്ന് പറയുന്നത് പലരും ഇംഗ്ലീഷിൽ അത് ശരിയല്ല. ഓ ദാറ്റ്സ് റൈറ്റ്. ഡോക്ടർ ജലീൽ ഇപ്പം അടിച്ചിരിക്കുന്നത് അതാണ് ഓ. എഴുത്തിൽ അത് വേറെ ഡി രൂപത്തിലും വരാറുണ്ട്. റൈറ്റ്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പിന്നീട് നിങ്ങൾക്ക് തരാം. പിന്നെ ഓ, അത് ഇപ്പം ഓ അടിച്ചതിന്റെ കൂടെ രണ്ട് കുത്തൂരി ഇട്ടാൽ മതി. ഡോക്ടർ ജലീൽ അവസാനമായിട്ട് അടിച്ചിരിക്കുന്ന ദാറ്റ്സ് റൈറ്റ്. SMK അടിച്ചിരിക്കുന്ന ഓക്കെ, ഡോക്ടർ ജലീൽ അടിച്ച അത് തന്നെ. SBS ചാനലിന്റെ നേരെ മുകളിലുള്ളത് ഓ ഓ. അതിന്റെ ഉദാഹരണം ഓൾ, ALL, ഓൾ. ഓൾ, ALL, ഓൾ. അതൊന്ന് ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റും ഡോക്ടർ ജലീൽ? രണ്ടെല്ലുണ്ടാവില്ല ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ, രണ്ടെല്ലുണ്ടാവില്ല, ഒരെല്ലുണ്ടാവുള്ളൂ. ദാറ്റ്സ് റൈറ്റ്. ഇത് എന്താണ് SKM അടിച്ചിരിക്കുന്ന യെസ്. നിങ്ങൾ ഈ എം തന്നെ തെറ്റാണ് കേട്ടോ. അതിൽ പഠിച്ചിരിക്കുന്നതാണ് അതിന്റെ ഒരു അച്ചടിയിൽ വരുന്ന രൂപം കേട്ടോ. മുഹമ്മദ് MH അടിച്ചിരിക്കുന്ന ഇതും വരും. അപ്പോ ഓ സോറി, അത് വരില്ല, അത് ഓല് വരുന്നതാണ്. ഓ എന്നുള്ളത് ഈ പറഞ്ഞ രണ്ട് കുത്തില്ലാതെ മുഹമ്മദ് MH അടിച്ചിരിക്കുന്ന ഇത് രണ്ട് കുത്തില്ലാതെയും ഓ വരാറുണ്ട്. ഓ രണ്ട് രൂപത്തിൽ വരുന്നത്, ഒന്ന് പ്രിന്റഡ് ഫോം, മറ്റൊന്ന് ഹാൻഡ് റിട്ടൺ ഫോം. അത് നിങ്ങൾ ഓൽ എഴുതി വെക്കേണ്ടതാണ്. മറ്റൊരു ഓൾ, കോൾ എന്നൊക്കെ ഉള്ള ഓ നീട്ടി വെക്കുന്ന
നിർക്കും. ഇപ്പൊ എത്ര ആകലും 10. ഇനി എന്നാണ് ഒന്ന്. മലയാളത്തിൽ ഒന്ന് മരിച്ചോളൂ. ആ എഴുതിട്ട് അതിന്റെ സുക്കുവിന്റെ മറ്റേതുണ്ടല്ലോ ചന്ദ്രക്കര, അത് ഷുവ എന്നാണ് പറയാ. ഡോക്ടർ ജലീൽ ട്രോയ് ഷുവ എന്നാണ് അതിന് പറയാ. ആ എഴുതിട്ടും ആ എന്നല്ല, അത് ഊവാണ്. മുഹമ്മദ് എം എച്ച് വെച്ചിരിക്കുന്നത് ഊവാണ്. മലയാളത്തിൽ എന്ന് എഴുതാനാണ് ഞാൻ പറഞ്ഞത്. ഈ തിരിച്ചിട്ട മാതിരിയാണ് ഉണ്ടാവുന്നത്. ഷുവ. അതെ, ഒന്ന് ഡോക്ടർ ജലീൽ അടിച്ചത് തന്നെയാണ്. 3ന്റെ കൂടെ 2 കുത്തിടുന്നു. അതെ, മലയാളം അങ്ങനെ തന്നെ. എന്നാൽ ഇതില് ഈ 2 കുത്തുണ്ടാകാൻ പാടില്ല. കുത്തിൽ ഇയാന്ന് ഒരു പുതിയ വാക്കുണ്ട്, അത് 12ാമത്തിലാണ്. ഇതില് ഈ 3 മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ചെറിയ അക്ഷരം ഈ തിരിച്ചിട്ടൊരു രൂപം കൂടി കിട്ടും. ഇത് 12ാമത്തതാണ്. ഇപ്പൊ ഡോക്ടർ ജലീൽ അടിച്ചിരിക്കുന്ന 3ന്റെ കൂടെ 2 കുത്തിട്ടിരിക്കുന്നത് അങ്ങനെ ഇടാം. പിന്നെ ഈ തല തിരിച്ചിട്ട് 2 കുത്തൂടാം. ഇത് പ്രിന്റഡ് ഫോം ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഡോക്ടർ ജലീൽ അടിച്ചിരിക്കുന്ന 3ന്റെ കൂടെ 2 കുത്തിട്ട് ദാറ്റ്സ് റൈറ്റ്. ഡോക്ടർ ജലീൽ അവസാനം അടിച്ചിരിക്കുന്ന അത് എന്നുള്ള ഈ ചുവന്നത് SVG ദ ബെസ്റ്റ് അടിച്ചിരിക്കുന്ന ചോപ്പിൽ അടിച്ചിരിക്കുന്ന അതാണ് 11ാമത്തത്. മറ്റേത് ഇതിന്റെ ഉദാഹരണം ഡ്രാമ എന്നെഴുതുക. ഡ്രാമ ശരിക്കൊരു ഉച്ചാരണം ഡ്രാമ എന്നല്ല, ഡ്രാമ് എന്നാണ്. ഡ്രാമ് എന്നാണ്. ഇതിനൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ? ഡ്രാമ് ഫോണറ്റിക് ഇതിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രാമ അത് നമ്മൾ ഡ്രാമ കണ്ടതുകൊണ്ട് ഉച്ചരിക്കാണ്. ശരിക്കും ഡ്രാമ എന്നല്ല ഉച്ചാരണം, ഡ്രാമ് എന്നാണ്. ദാറ്റ്സ് റൈറ്റ്. ഡ്രാമ് ദാറ്റ്സ് റൈറ്റ്. അബുദാബി വെച്ചിരിക്കുന്ന ഇതാണ് സംഭവം. ഡ്രാമ് ഇത് ഇപ്പൊ ഇംഗ്ലീഷ് മനസ്സും ഡിക്ഷണറി ഉണ്ടെങ്കിൽ അതിന് എടുക്കാവുന്നതേ ഉള്ളൂ. അബുദാബി അടിച്ചിരിക്കുന്നതാണ് അതിന്റെ ശരിയായ ഉച്ചാരണം. ഡ്രാമ് ഇല്ല. SMK അടിച്ചിട്ട് നീട്ടാനില്ല. ഡ്രാമ് ഓക്കെ. 12ാമത്തതാണ് ഇനി അതായത് പുതിയ നമ്മൾ ഉണ്ടാക്കുകയാണ്. എഴുത മലയാളത്തിൽ. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു സുക്കുവിന്റെ ചിഹ്നൂടെ ഇതുപോലെ. അത് ഒരു പുതിയ അക്ഷരം നമ്മൾ ഉണ്ടാക്കാനല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ദാറ്റ്സ് റൈറ്റ്. ദാറ്റ്സ് റൈറ്റ്. ഫിർദൗ അടിച്ചിരിക്കുന്ന അതെ. SMK അടിച്ചിരിക്കുന്ന ഇതും ആദിൽ അവത് അടിച്ചിരിക്കുന്ന 3ന്റെ ശേഷം 2 കുത്തും 2 രീതിയും ആകാവുന്നതാണ്. ആദിൽ അവത് അടിച്ചിരിക്കുന്ന ഈ 3ന്റെ ശേഷം 2 കുത്ത് ഇത് പ്രിന്റഡ് ഫോമാണ്. സാധാരണ എഴുത്തിൽ നമ്മൾ SKM അടിച്ചിരിക്കുന്ന ആ രൂപമാണ് എഴുതുക. അതിന്റെ ഉദാഹരണമാണ് ഗേൾ. ആർക്കെങ്കിലും ഗേൾ ഒന്ന് ഫോണറ്റിക്കൽ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? G എഴുതിയിട്ട് SMK അടിച്ചിരിക്കുന്ന ഗേൾ. റൈറ്റ്. ഇനി അതിന്റെ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉച്ചാരണമനുസരിച്ചുള്ള എഴുത്ത് എന്നാണ് അർത്ഥം. ഗേൾ. ദാറ്റ്സ് റൈറ്റ്. ഇതന്നെ രണ്ടും ശരി തന്നെയാണ്. SKM അടിച്ചിരിക്കുന്നതും ആവാം,
ഇത് പൂർത്തിയാക്കി 2 കുത്തില്ല 3ന് ശേഷം. മുഹമ്മദ് എം എച്ച് അടിച്ചെടുത്ത് ജി ഒരു 3 ഇട്ടിട്ടുള്ളൂ. 3 ശേഷം കുത്ത് വേണം. ഇപ്പൊ അബുദാബി അടിച്ചിരിക്കുന്നത് കറക്റ്റാണ്. ഇതാണ് 12 എണ്ണായി. എന്നൊക്കെ ഇത് മതി. അപ്പോ ഇനി നിങ്ങൾ ആരെങ്കിലും ഇതിൽ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷനുള്ള ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് നിഘണ്ടു ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞിരുന്നു. ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് നിഘണ്ടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അഡ്വാൻസ്ഡ് ഡിക്ഷണറി ഓഫ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി ഓഫ് കറന്റ് ഇംഗ്ലീഷ്. Advanced Learners Dictionary of Current English. I think somebody can type it. Advanced Learners Dictionary of Current English. That's right. ഒരു ഹോൺബി എന്ന് പറയുന്ന ആളാണ് അത് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി വാങ്ങാം. പിന്നെ ഉച്ചാരണത്തിന് മാത്രമുള്ള ഒരു നിഘണ്ടുകൊണ്ട് ഉച്ചാരണം പഠിക്കാൻ താല്പര്യമുള്ളവർ അത് വാങ്ങൽ നിർബന്ധമാണ്. അതിന്റെ പേരാണ് ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി. ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി. ഓക്കെ, ഇതിൽ കിട്ടുന്നതാണ് പറയുന്നത്. ലിംഗ്വിസ്റ്റിക് ബെർക്ലെ എജു. ഓക്കെ, ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് NOU English Pronouncing Dictionary, Daniel Jones, by Daniel Jones. World famous ആണ് Daniel Jones. അത് നിർബന്ധമായി നിങ്ങൾ വാങ്ങണം. ഡാനിയൽ ജോൺസ് രസ്യം കൂടിയുണ്ട് ജോണിന്റെ കൂടെ. ഓക്കെ, റൈറ്റ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാണ്ട് ചോദിക്കാം. അതർവൈസ് ഐ എം ഗോയിങ് ടു കോൾ ഡാനിയൽ ജോൺസ്. ഇത് നിങ്ങൾ വാങ്ങണം. എന്തെങ്കിലും സംശയങ്ങളുണ്ട് ചോദിച്ചോ. അതർവൈസ് ഐ എം ഗോയിങ് ടു ക്ലോസ്. I am going. അതന്നെ അതിന്റെ രൂപം. എഴുതിയിരിക്കുന്നത് I am going എന്നാണ്. ഇതാണ് ഫോണറ്റിക്സിന്റെ രൂപം. I am going. യെസ്, ഇത് പഠിച്ചാൽ വേറൊരു ഗുണമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സീക്രട്ട് ആയിട്ട് എഴുതി വെക്കേണ്ടതെന്ന് എഴുതി വെക്കാം. വേറെ ആൾക്ക് വായിക്കാൻ കഴിയില്ല. അങ്ങനെ ഗുണം കൂടി ഇതുകൊണ്ടുണ്ട്. അപ്പൊ രണ്ടിലെങ്കിലും നിഘണ്ടു നിങ്ങൾ വാങ്ങിയിരിക്കണം. ഇത് നമ്മൾ പറഞ്ഞ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന്റെ 4ാമത്തെ ചേരുവയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൈ ഉയർത്തി എഴുത്തുക. അതർവൈസ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അബുദാബി അയച്ചിരിക്കുന്നതിലാണ് താങ്ക് യു. ഇതാണ് താങ്ക് യുന്റെ രൂപം. Thank you, sir. That's good. അതിൽ താങ്ക് യു അടിച്ചിരിക്കുന്നു. അതിൽ അതിന്റെ ഫോണറ്റിക് ട്രാൻസ്ലേഷനാണ് മോള് അബുദാബി അടിച്ചിരിക്കുന്നത്. താങ്ക് യു. യെസ്, താങ്ക് യു സർ. അത് അവസാനത്ത് ആറില്ല എന്നവള് താങ്ക് യു സർ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. യു എന്നവള് ജെ അടിച്ചിട്ട് യു വന്നിരിക്കുന്നത്. അത് ഫോണറ്റിക്കിൽ അങ്ങനെയാണ് എഴുതുക. താങ്ക് യു. ഓക്കെ, അപ്പോ അബുദാബിയുടെ കയ്യിൽ ഇത് സെന്റ് തോന്നുന്നുണ്ട്. നമ്മൾ നാളെ ഇത് ഇൻഷാ അല്ലാഹ് തുടരും. ആർക്കും സംശയമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആരും കൈവക്കി കാണുന്നില്ല. എങ്കിൽ പിന്നെ ഐ എം ഗോയിങ് ടു ക്ലോസ്. താങ്ക് യു വെരി മച്ച്. ദുആയിൽ ഉൾപ്പെടുത്തുക. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, റൈറ്റ്. സോ ഐ എം റിലീസിംഗ് ദ മൈക്ക്. ദുആയിൽ ഉൾപ്പെടുത്തുക. വാഹിദ വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.